ഹായ്, ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ സ്വാദിഷ്ടമായ സാമ്പാർ. ഇതിന് ആവശ്യമായ ചേരുവകൾ ഉരുളക്കിഴങ്ങ്, മത്തൻ, വെണ്ടയ്ക്ക, മുരിങ്ങക്കായ, തക്കാളി, കോവയ്ക്ക, വഴുതനങ്ങ, വെള്ളരിക്ക, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, സാമ്പാർ പൊടി, പുളി, ഉപ്പ്, കടുക്, വറ്റൽമുളക്, കറിവേപ്പില, എണ്ണ. ഇതൊക്കെയാണ് ഇതിലെ പ്രധാന ചേരുവകൾ. ആദ്യം നമ്മൾ കുക്കറിൽ ആവശ്യമായ വെള്ളം ഒഴിക്കുക. അതിലേക്ക് കഴുകി വൃത്തിയാക്കിയ പരിപ്പ് ചേർക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കുക. 2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുക്കറിൽ 1 വിസിൽ വന്നതിന് ശേഷം ഓഫ് ചെയ്യുക. അതിലേക്ക് കട്ട് ചെയ്തു വെച്ച പച്ചക്കറി കഷ്ണങ്ങൾ ചേർത്ത് 1 വിസിൽ വന്നതിന് ശേഷം ഓഫ് ചെയ്യുക. പൊടികൾ വഴറ്റാനുള്ള പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോൾ കടുക് ചേർക്കുക. അതിലേക്ക് വറ്റൽമുളക്, കറിവേപ്പില, സവാള എന്നിവ ചേർത്ത് വഴറ്റുക. സവാളയുടെ നിറം ചേഞ്ച് ആകുന്നതുവരെ ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിലിട്ട് വേണം ഇവ ഇളക്കി കൊടുക്കാൻ. സവാളയുടെ നിറം ചേഞ്ച് ആകുമ്പോൾ പൊടികൾ ഓരോന്നായി ചേർത്ത് കൊടുക്കുക. ആദ്യം സാമ്പാർ മസാല, പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി എന്നിവ ചേർത്ത് നന്നായി വഴറ്റുക. ഇവ നന്നായി വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കുക. പുളിവെള്ളം ചേർത്ത് നന്നായി വഴറ്റുക. അവസാനം വേവിച്ച കഷ്ണങ്ങൾ ചേർത്ത് തിളപ്പിക്കുക. നന്നായി തിളച്ചതിന് ശേഷം ഓഫ് ചെയ്യുക. സ്വാദിഷ്ടമായ സാമ്പാർ റെഡി. നിങ്ങൾക്ക് എൻ്റെ സാമ്പാർ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ലൈക്കും കമൻറ്റും ചെയ്യണേ.